പറഞ്ഞ അഭിപ്രായം പറയുന്നവരുണ്ടാവില്ലേ? എനിക്ക് നല്ല പാലുണ്ടായിരുന്നു, അനക്ക് നല്ല പാലുണ്ടായില്ലല്ലോ, എന്താണ്? ഒരിക്കലും നമ്മൾ അങ്ങനെ പാല് കൊടുക്കുന്ന ഒരു അമ്മയുടെ മുഖത്ത് നോക്കിയത് പറയാൻ പാടില്ല. കാരണം കുട്ടികൾ ആ പാല് കൊടുക്കുന്ന അമ്മയ്ക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ട് വരും. അയ്യോ, എൻ്റെ കുട്ടിക്ക് കൊടുക്കാൻ മാത്രം എനിക്ക് പാലില്ലല്ലോ എന്നുള്ളത്. പിന്നെ ചില അമ്മമാർക്ക് ഭയങ്കര ബേജാണ് അല്ലേ? 28 കഴിയുമ്പോൾ എന്ത് കൊടുക്കണം? ഇവിടെ എന്തെങ്കിലും 28 പാല് കൊടുക്കുന്ന പരിപാടി കേട്ടോ. ഞങ്ങളവിടെയൊക്കെ ഉണ്ട്. 28 കഴിയുമ്പോഴേക്ക് കുട്ടീൻ്റെ മേലെക്കാട്ട് ബേജാറായിട്ടായിരിക്കും അമ്മമ്മമാർക്കും അച്ഛമ്മമാർക്കും ഒക്കെ തോന്നും അല്ലേ? കുട്ടിക്ക് തിന്നാൻ കൊടുക്കാത്തതുകൊണ്ട് കുട്ടി വരും കരച്ചിലാണ്. അതായത് നാട്ടില് ഈ കാര്യങ്ങളൊന്നും കുട്ടി തിന്നാൻ കിട്ടാനിട്ടല്ല, കുട്ടിക്ക് പല കാര്യങ്ങൾക്കുമുള്ള എക്സ്പ്രഷൻ ആകെ കരയാനേ അറിയുള്ളൂ അല്ലേ? ആകെ കുട്ടിക്കൊന്നും എവിടെയെങ്കിലും വേദനിക്കുന്നുണ്ടെങ്കിൽ കുട്ടി കാര്യം, അല്ലെങ്കിൽ കുട്ടി കിടന്ന പൊസിഷൻ ശരിയല്ലെങ്കിൽ കുട്ടി കിടക്കും, കുട്ടിക്കൊന്ന് അമ്മേനെ കാണാൻ തോന്നുകയാണെങ്കിൽ കുട്ടി കാര്യം. ഇതൊന്നും കുട്ടി തിന്നാൻ വേണ്ടിയിട്ട് മാത്രം കരയുന്നതല്ല. അപ്പോൾ നമ്മൾ എന്തായാലും കാണാൻ പോകുമ്പോൾ നിങ്ങൾ അമ്മമാരോട് പറയരുത് പാലില്ലാത്തതിനെ കുറിച്ച്, അല്ലെങ്കിൽ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊന്നും ആവശ്യമുള്ള ഉപദേശങ്ങൾ കൊടുക്കാം. പക്ഷെ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് പാലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് പാല് കിട്ടാനുള്ള അല്ലെങ്കിൽ ഉത്പാദിപ്പിക്കാനുള്ള ടെൻഡൻസി കുറയും. പിന്നെ പാല് കുറയുന്നുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? നമ്മളൊരു 3 ഇന്ന് പറയുന്നുണ്ട്. എന്താണ് 3 ഇന്ന്? ഇപ്പം ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയാ കുട്ടി കിടക്കുക? പ്രസവം കഴിഞ്ഞന്ന് കുട്ടി ആരപ്പം കിടക്കല്? നിങ്ങളപ്പം തന്നെയാണ് കിടത്തുക. എല്ലാവരും കുട്ടീനെ പണർത്തിയെന്ന് എവിടെയൊക്കെ സത്യം പറഞ്ഞാൽ ആരപ്പം കുട്ടി കിടക്കുന്നത്? ഓളന്മാരുടെ പറഞ്ഞത് അല്ലേ? ഞാൻ പറഞ്ഞത് കുട്ടീനെ എന്ത് ചെയ്യും? ഉമ്മമ്മമാരും കൊണ്ടുപോയിട്ട് കുട്ടീനെ ഒപ്പം കിടത്തും, അല്ലെങ്കിൽ നോക്കാൻ വരുന്ന ആളുകളുണ്ടാവും അല്ലേ? അവരെ കൂടെ കുട്ടീനെ കിടത്തും, അമ്മയുടെ പോയി കിടക്കും. അമ്മ സുഖമായിട്ട് ബെഡിൽ മുതച്ച് മൂടി സുഖമായിട്ട് കിടക്കും. അങ്ങനെ ആകുമ്പോൾ കുട്ടിക്ക് പാലുണ്ടാവുമോ? അമ്മയും കുട്ടി എപ്പോഴും നല്ലൊരു ബോണ്ടിങ് വേണം. അമ്മ എപ്പോഴും കുട്ടീനെ തൊട്ടുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അമ്മയും കുട്ടി അടുത്ത് തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ കുട്ടീനെ ഈ പാൽ ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾക്കൊന്നും ഒരു പ്രചോദനം കിട്ടില്ല, പാലിൻ്റെ അളവ് സ്വാഭാവികമായിട്ടും കുറയും. അപ്പം എപ്പോഴും നമ്മൾ ഒരു ഇന്ന് വരുന്ന അമ്മയും കുട്ടി റൂമിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കണം. അമ്മയും കുട്ടിയും ബെഡിൽ ഒരേ ബെഡിലായിരിക്കണം. പിന്നെ എന്ത് വേണം? അമ്മയുടെ സ്കിന്നെ, അതായത് അമ്മ എപ്പോഴും കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കണം. കങ്കാരു ഫീഡിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുന്നത്. കങ്കാരു എവിടെയാ കുട്ടികളെ കൊണ്ടിരിക്കല്? നിങ്ങൾ കങ്കാരുവിനെ കണ്ടിട്ടുണ്ടാരെങ്കിലും? എവിടെ കണ്ടിട്ടുണ്ട്? എവിടെ കണ്ടിട്ടുണ്ട്? ആ ടിവിയിൽ കണ്ടിട്ടുണ്ടോ? ഞാൻ അപ്പൊ നമുക്കറിയാലോ കുട്ടികളെ അതിന്റെ കങ്കാരു വെള്ളി എന്നൊക്കെ പറയും. നമ്മൾ കുട്ടീനെ വയറിലിട്ടിട്ടാണ് കങ്കാരു പോകാൻ. അതേപോലെ അമ്മ എപ്പോഴും അമ്മയുടെ വയറിന്റെ മുകളിലോ അല്ലെങ്കിൽ അതൊന്നും വേണ്ട, അമ്മ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കിടന്നാൽ തന്നെ കുട്ടികളുടെ പാലുണ്ടാവും. ഇനിയിപ്പോ ഈ മുലപ്പാലിന്റെ ആദ്യത്തെ പാലിൽ എന്താ ഉള്ളത്? എന്താ പഠിച്ചില്ലേ നിങ്ങള്? കൊളസ്ട്രോൾ. എന്താണ് കൊളസ്ട്രോളിന്റെ ഗുണം? എന്താണ്? മഞ്ഞ കളറാണ്. അതൊരു ഗുണം. പിന്നെ എന്താണ് പറയാ? കൊളസ്ട്രോളിന്റെ ഗുണം എന്താ? കുട്ടിയുടെ ആദ്യത്തെ പ്രതിരോധ മരുന്ന് അതാണ്. കുട്ടീനെ കുറേ അസുഖങ്ങളിൽ നിന്ന് രക്ഷിക്കാനുള്ള മരുന്ന് എന്ന് പറയുന്നത് ആദ്യം വരുന്ന മഞ്ഞപ്പാൽ അല്ലെങ്കിൽ കൊളസ്ട്രോൾ എന്ന് പറയുന്ന സാധനങ്ങളാണ്. ആദ്യം കുട്ടിക്ക് കുടിക്കാൻ മാത്രം പാലുണ്ടാവുമോ? ഉണ്ടാവൂല. ആദ്യം തുള്ളി വരുള്ളൂ. പിന്നെ 2-3 ദിവസം കഴിയുമ്പോഴാണ് ശരിയായ രീതിയിൽ പാല് കിട്ടുക. അപ്പം ആദ്യം വരുന്ന പാലിന് നമുക്ക് വളരെ പ്രാധാന്യമുള്ള പാലാണ്. അത് നിർബന്ധമായിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാം. പിന്നെ കുറച്ച് മെനക്കെടൊക്കെ ഉണ്ടാവും പാല് കൊടുക്കാനൊക്കെ അല്ലേ? പിന്നെ കുടിച്ച് വരുമ്പോൾ മാത്രമേ പാല് നമുക്ക് കുട്ടിക്ക് ആവശ്യത്തിനുള്ള പാലുണ്ടാവും. പിന്നെ എത്ര സമയം കൊടുക്കണം പാല്? എപ്പൊക്കെ കൊടുക്കണം പാല്? എപ്പൊക്കെ പാല് കൊടുക്കണം കുട്ടിക്ക്? നല്ല കണക്കുണ്ടാ? 3 നേരം എൻ്റെ കുട്ടിക്ക് പാല് കൊടുക്കുന്നുണ്ടായിരിക്കും ഇല്ല. കുട്ടിക്ക് എപ്പോഴും കൊടുക്കാൻ നമുക്ക് അല്ലേ? മൂത്രം കഴിയുമ്പോഴേക്കും അതിന് വിശക്കും. അങ്ങനെ എൻ്റെ സമയമൊന്നുമില്ല. ഒരു ദിവസം കുറഞ്ഞത് 5 തവണയെങ്കിലും കുറഞ്ഞതാണ് എപ്പോൾ കൊടുക്കാൻ നമുക്ക് അത്രയെങ്കിലും കിട്ടണമെന്നാണ് നമ്മൾ പറയുന്നത്. കുട്ടിക്ക് ശരിയായ രീതിയിൽ പാലുണ്ടെന്നുള്ളത് എങ്ങനെ നമ്മൾ അറിയാം? ഇങ്ങനെ എൻ്റെ കുട്ടിക്ക് പാലുണ്ടെന്ന് ഞാൻ എങ്ങനെ അറിയാം? മൂത്രം ഒഴിക്കും, പിന്നെ വയറ്റിൽ നിന്ന് നല്ലോണം പോകും, പിന്നെ കുട്ടി വെയിറ്റ് കൂടും. തൂക്കം പ്രായത്തിനനുസരിച്ച് ദിവസത്തിനനുസരിച്ച് കുട്ടി തൂക്കം കൂടിക്കൊണ്ടേയിരിക്കും. ആദ്യത്തെ 10 ദിവസം കുട്ടികൾ വെയിറ്റ് കുറയും. പിന്നെ ആ 10 ദിവസം കഴിഞ്ഞാൽ പിന്നെ കുട്ടി പിന്നെ ഗ്രാം വെച്ച് കുട്ടി തൂക്കം കൂടി വരും. അപ്പോൾ കുട്ടി തൂക്കം കൂടി വരുന്നുണ്ടെങ്കിലും അതുപോലെ ശരിയാക്കി മൂത്രം ഒഴിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ വയറ്റിൽ നിന്ന് നന്നായിട്ട് പോകുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആവശ്യമുള്ള പാല് അമ്മയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്നത്. എന്താണ് മുലപ്പാലുകൊണ്ടുള്ള ഗുണങ്ങൾ? എന്തൊക്കെയാണ്? നമുക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടോ അമ്മയ്ക്ക്? ഒരു ഗുണമില്ല. സമയം മെനക്കെടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്താ ഗുണം? അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം അത് നല്ലൊരു പോയിന്റ് അല്ലേ? പണ്ടുള്ള വല്യമ്മമാരൊക്കെ പറഞ്ഞേക്കാം അല്ലേ? നിങ്ങളുടെ കൂട്ടത്തിലാണ് അത് ഇത് കണ്ടില്ല. ആരെങ്കിലും വന്ന അമ്മമാര് പാല് കൊടുക്കലില്ലായിരുന്നു? കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അയലോകത്ത് കേട്ടില്ല? ഞാനവിടെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞങ്ങൾ അപ്പുറത്തെ താഴത്തേക്ക് കുറേ കുട്ടികൾക്ക് പാല് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ
ഒന്നും കേട്ടില്ല, ഇവിടെ ഒന്നും ഇല്ല, പരിപാടിയില്ല. നമ്മളിപ്പോ ഒരു ബന്ധു വീട്ടിൽ പോയി അവിടെ ഒരാൾ പ്രസവിച്ച് കിടക്കുന്ന ഒരാൾ കാണാൻ ചെന്നിട്ട് ആ അമ്മയ്ക്ക് പാലുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരു പാല് കൊടുക്കുക. കാരണം അതൊരു ബന്ധം തമ്മിൽ ഉറപ്പിക്കാനാണ് പറയുന്നത്. അപ്പൊ ഞാൻ പാല് കൊടുത്ത കുട്ടിയാണെന്നുള്ളൊരു ബന്ധം, ഒരു റിലേഷൻ വരാൻ വേണ്ടിയിട്ട്. അത് പണ്ട് ഇവരുടെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നല്ലോണം ഉണ്ടായിരുന്നു. അന്ന് അവർക്ക് തമ്മിൽ നല്ല സ്നേഹം ഉണ്ടായിരുന്നു. ഇപ്പൊ വല്യമ്മേന്റെ മക്കളാണെങ്കിലും മൂത്തമ്മേന്റെ മക്കളൊക്കെ ആണെങ്കിൽ ഭയങ്കര അടുപ്പായിരിക്കില്ലേ. ഇപ്പൊ അടുപ്പങ്ങളൊക്കെ കുറയാനുള്ള കുറെ പഴയ രീതികളൊക്കെ നമ്മൾ ഒഴിവാക്കി. അപ്പൊ നമ്മള് വേറൊരാളുടെ പാല് കൊടുക്കുന്ന രീതി അങ്ങനെയൊക്കെ ഉള്ളൊരു സിസ്റ്റം പണ്ട് കാലത്തുണ്ടായിരുന്നു. അപ്പൊ അതൊന്നും വേണ്ട. ഇപ്പൊ എല്ലാ അമ്മമാർക്കും പാലുള്ള അമ്മമാര് തന്നെയാണ് അല്ലെ. അപ്പൊ അമ്മയും കുട്ടിയും തമ്മിൽ നല്ലൊരു ബോണ്ടിങ്, അതായത് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു. പിന്നെന്താ ഉള്ളത്, അമ്മ നല്ല സുന്ദരിയാവുന്ന പറയുന്നത്. അമ്മ എങ്ങനെ സുന്ദരിയാവുക? നിങ്ങളൊക്കെ സുന്ദരി ആയിരുന്നോ ഡെലിവറി കഴിഞ്ഞിട്ട്? എങ്ങനെ സുന്ദരിയായത്? ഒറ്റ പനി വലിച്ചു. പിന്നെ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാനൊക്കെ എത്രയോ സുന്ദരിയാവുന്ന നേരം കഴിഞ്ഞു. ഇപ്പോഴും അതേപോലെ ഉസ്മി അമ്മക്ക് എത്ര പനി കഴിഞ്ഞു ഇവിടെ വന്നിട്ട്. എന്താണ് അമ്മ സുന്ദരിയാവെന്ന് പറയാൻ കാരണം? നല്ല ഫുഡൊക്കെ കഴിച്ച് എന്തുപോലെ ഉണ്ടാവും 40 ദിവസം കഴിയുമ്പോഴേക്കും അങ്ങനെ ഉണ്ടാവും ഓരോരുത്തരും. ഈ കാണാൻ വരുന്നവരൊക്കെ നെയ്യും കുപ്പി തിന്നിട്ടില്ലെങ്കിൽ ഓർക്കൊക്കെ അങ്ങോട്ടോട് ദേഷ്യം വരും അല്ലേ. രണ്ടാമത് വരുമ്പോഴും പറയാം ഓരോ അലമാരെ പറിച്ചിരിക്കുന്നവരെ വേണ്ടെങ്കിലും ഇതൊക്കെ തിന്നു കൂട്ടി നല്ലോണം കൊളസ്ട്രോളും കൂട്ടി കൊഴുപ്പും കൂട്ടി അവിടെ ഇവിടെയൊക്കെ ശരീരം നല്ല കുറിച്ച് വേർത്ത് നിൽക്കുന്നുണ്ടാവും. അപ്പൊ പാല് കുട്ടി നന്നായിട്ട് കുടിച്ചു തുടങ്ങുന്നതോടെ എന്ത് ചെയ്യും? ആ അധികം കൊഴുപ്പുകളൊക്കെ നമ്മൾ കുട്ടിക്ക് പാലായിട്ട് വരുന്നതുകൊണ്ട് ശരീരമൊക്കെ നല്ല ഭംഗിയായിട്ട്, അതായത് മെലിഞ്ഞ് നല്ല രീതിയിൽ വരും. പിന്നെ പാല് കൊടുക്കുമ്പോൾ പൊതുവേ നമുക്കൊരു പ്രസന്നത ഉണ്ടാവില്ലേ, സന്തോഷത്തോടെ നമ്മൾ പാല് കൊടുക്കുക. സന്തോഷം തന്നെയാണ് നമ്മളെ സൗന്ദര്യത്തിന്റെ ലക്ഷണവും. പിന്നെ അടുത്തെന്ത് ഗുണം ഉണ്ടാവുക? അമ്മയ്ക്ക് എന്താ പിന്നെ ഉണ്ടാവുക? ഒരുപാട് സമയം ലാഭമാണ്. നമ്മൾ വേറൊരു പാല് കൊടുക്കണമെങ്കിൽ എത്ര മെനക്കണം? ഒരു കുപ്പി എടുക്കണം, തിളപ്പിക്കണം, പാല് കലക്കണം, കൊടുക്കണം അല്ലേ. പിന്നെ സാമ്പത്തികമായിട്ടും നല്ല ലാഭം. ഒരു ലാക്ടോജന്റെ പാത്രത്തിന് എത്ര പൈസ ഉണ്ട്? ലാക്ടോജൻ വാങ്ങുന്നവരുണ്ടതില്ലേ? ആരുമില്ല. നല്ല മെഡിക്കലല്ലായിരുന്നു. കാരണം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ എപ്പോഴും ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. അമ്മയ്ക്ക് ഒരു തുള്ളി പാലില്ല എന്ന് പറയുമെങ്കിൽ പിറ്റേത്തെ ദിവസം മുതൽ നമ്മൾ ലാക്ടോജൻ കൊടുക്കാൻ തുടങ്ങും. ലാക്ടോജൻ കൊടുക്കുന്ന കുട്ടികൾ ഒരിക്കലും മുലപ്പാല് പിന്നെ കുടിക്കാൻ കൂട്ടാക്കില്ല. എന്തുകൊണ്ടാണത്? കുട്ടികൾ പൊതുവേ മടിയന്മാരാ. ലാക്ടോജൻ കൊടുത്തു കഴിയുമ്പോൾ വലിച്ചു കുടിക്കണ്ട. മുലപ്പാല് കുടിക്കണമെങ്കിൽ നല്ല പണിയെടുക്കണം അല്ലേ. കുട്ടികൾ നല്ലോണം ബുദ്ധിമുട്ടണം. കാരണം നന്നായിട്ട് വലിക്കണം, ഇറങ്ങണം. ലാക്ടോജനാകുമ്പോൾ അത് അങ്ങനെ കോരി കൊടുക്കുന്നതിനനുസരിച്ച് പോകും. കുട്ടികളെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും, കടിച്ചു വരുന്ന കുട്ടികളായിരിക്കും. പക്ഷെ പിന്നീട് നമ്മൾ മുലപ്പാല് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കുടിക്കാൻ പറ്റില്ല. അപ്പം അമ്മയ്ക്ക് സാമ്പത്തികമായിട്ട് നല്ല ലാഭമാണ്, സമയത്തിന് ലാഭം കിട്ടും. പിന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം അല്ലേ. ഏത് സമയത്ത് വേണമെങ്കിലും കുട്ടികൾക്ക് നമുക്ക് പാല് കൊടുക്കാം. അതിന് പ്രത്യേക സമയവും കാര്യങ്ങളുമില്ല. കുട്ടികൾക്ക് എന്താ ബെനിഫിറ്റ് ഉള്ളത്? എന്താ കുട്ടികൾക്ക് എന്താ ബെനിഫിറ്റ് ഉള്ളത്? എന്താ? കുട്ടികളുടെ ഏറ്റവും നല്ല ആഹാരം മുലപ്പാല് മാത്രമേ ഉള്ളൂ. വേറെ മുലപ്പാല് കുറഞ്ഞ് വേറെ ഒരു ഭക്ഷണം നമ്മുടെ കുട്ടികൾക്കില്ല. അത് 6 മാസം വരെ നമ്മൾ മുലപ്പാല് മാത്രം കൊടുക്കുക. ഇപ്പൊ എങ്ങനെ 6 മാസം വരെ മുലപ്പാലാണോ കൊടുക്കുന്നതൊക്കെ? അല്ല. ആണോ? പിന്നെ 6 മാസം വരെ മുലപ്പാല് മാത്രം കൊടുക്കുക. അതിനുള്ള പാല് എന്തായാലും അമ്മയ്ക്ക് ഉണ്ടാവും. അമ്മയ്ക്ക് പാല് വേണമെങ്കിൽ എന്ത് വേണം? അമ്മ കൊടുക്കുന്നതിന് സന്തോഷം ഉണ്ടാവണം അല്ലേ. അല്ലാണ്ട് പ്രാവി പറഞ്ഞ പാല് കൊടുത്താലൊന്നും ശരിക്കുണ്ടാവില്ല. പിന്നെ വീട്ടിൽ നല്ല അന്തരീക്ഷമായിരിക്കണം, അമ്മ കഴിക്കുന്ന ഫുഡ് നല്ല രീതിയിലായിരിക്കണം. പിന്നെ 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള ഭക്ഷണങ്ങളൊക്കെ, അതായത് ചെറിയ ചെറിയ ഭക്ഷണങ്ങൾ ആദ്യം തുടങ്ങാം. 1 വയസ്സ് കഴിയുന്നതോടുകൂടി കുട്ടിക്ക് വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും കൊടുക്കാനാണ് പറയുന്നത്. പിന്നെ നമുക്ക് എന്താണ് ബെനിഫിറ്റ് ഉണ്ടാവാം? പിന്നെ പറയുന്നത് ഗർഭധാരണത്തിനുള്ള സമയം വഴും. അതായത് പാല് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഗർഭിണിയാവില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ അത് അത്രത്തോളം ശരിയല്ല. കാരണം കുട്ടിക്ക് 2 മാസം ആകുമ്പോഴും അമ്മ പ്രഗ്നന്റ് ആവുന്ന ഒരുപാട് കേസുകളുണ്ട് നമുക്ക്. അപ്പൊ അതിനെന്ത് ചെയ്യണം? കുട്ടികൾക്ക് എത്ര വർഷം വരെ നമുക്ക് പാല് കൊടുക്കണം? എത്ര വയസ്സ് വരെ കൊടുക്കണം? 2 വയസ്സ് വരെ. പിന്നെ